സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവവചനത്തിൽ കൂടെ കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, വ്യതിയാനപ്പെടുത്തുവാൻ കഴിയും. ദൈവവചനം പവർഫുള്ളാണ്, ശക്തിയുള്ളതാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വേഗത്തിൽ ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഗാഡ് ഈസ് ദ ഗാഡ് ഹൂ ട്രാൻസ്ഫോം. രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം. ആമേൻ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ വ്യതിയാനങ്ങൾ വരുത്തുവാൻ കഴിവുള്ള, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു വ്യക്തിത്വത്തെ മറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ്. അതിൽ ലോകത്തിലെ ഒന്നിനും ഒരു വ്യക്തിത്വത്തെ മറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന് കഴിയും. ഒരു വസ്തുതയെ മറ്റൊന്നാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു തട്ടാൻ്റെ കയ്യിൽ, അല്ലേ, തട്ടാൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്തുവാ? ആരാ? സ്വർണം. തട്ടാൻ്റെ കയ്യിൽ ഒരു സ്വർണം കിട്ടിയാൽ അദ്ദേഹം അത് മനോഹരമായ ഒരാഭരണമാക്കി മാറ്റും, അല്ലേ? ഒരു കൊല്ലൻ്റെ കയ്യിൽ, കൊല്ലൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇനി കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിരിക്കുക. കൊല്ലൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്തുവാ? ബ്ലാക്ക് സ്മിത്ത്, അല്ലേ? ഓക്കെ. ഒരു ഇരുമ്പ് കഷ്ണം കിട്ടിയാൽ അതിനെ മനുഷ്യർക്ക് ഉപയോഗമുള്ള ഒരായുധമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. ഒരാശാരിയുടെ കയ്യിൽ ഒരു തടിക്കഷ്ണം കിട്ടിയാൽ പ്രയോജനമുള്ള നല്ലൊരു ഉരുപ്പിടിയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. ഒരു കുശവൻ്റെ കയ്യിൽ അല്പം കളിമണ്ണ് കിട്ടിയാൽ മനോഹരമായ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന പാത്രമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെ യഥാർത്ഥമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരുവൻ സമർപ്പിക്കപ്പെട്ടാൽ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരുവൻ കൊടുക്കപ്പെട്ടാൽ, ദൈവം അവനെ മാറ്റിയെടുക്കുന്ന അവസ്ഥകളാണ് ഈ വചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ ആദ്യോട് അവസാനം നമ്മൾ പഠിച്ചാൽ ഇങ്ങനെ ദൈവം രൂപാന്തരപ്പെടുത്തിയവരുടെ ചരിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാം, നൺ അതർ ദാൻ യോസഫ്. സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട യോസഫിനെ മിസ്രൈമിൻ്റെ അധിപതിയാക്കി ദൈവം മാറ്റി. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ ഈ യോസഫിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ ആ ഒരു മിസ്രൈമിൻ്റെ അധിപതിയായി തീരത്തക്കവണ്ണമുള്ള യോഗ്യതയോ കുടുംബ പശ്ചാത്തലമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടല്ല. മറിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ ഒരു അധിപതിയാക്കി മാറ്റി. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചാൽ ഒരു വ്യക്തിയെ കാണാം, മോശ. വിക്കനായ മനുഷ്യൻ, ആട്ടിടയൻ, ആടിനെ തീറ്റി നടക്കുന്ന ഒരുവൻ. സ്തോത്രം. ഒരു മനുഷ്യൻ 4 പേരുടെ മുന്നിൽ നിൽക്കുവാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത അവനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 18 ലക്ഷത്തിൽ പരം വരുന്ന പുരുഷാരത്തെ നയിക്കുവാനുള്ള ഒരു ലീഡറാക്കി അദ്ദേഹത്തെ മാറ്റി. നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ വന്നേ. അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥ പെൺകുട്ടിയെ ദൈവം രാജ്ഞി പദവിയിലേക്ക് കൊണ്ടെത്തിപ്പാനിടയായി തീർന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു വ്യക്തിയെ കാണാം, നൺ അതർ ദാൻ ഡേവിഡ്. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചോ. ആട്ടിടയനായി കാടുകളിലും മലകളിലും ഓടി നടന്ന മനുഷ്യനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ രാജ്യത്തിൻ്റെ രാജാവാക്കി ദൈവം മാറ്റി. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വന്നേ. ഇന്ന് രാവിലെ നമ്മൾ കേൾപ്പറടിയായി പത്രോസിനെ കുറിച്ച്. മുക്കുവനായ ഒരു മനുഷ്യൻ, കഴിവില്ലാത്ത മനുഷ്യൻ, ആരുടെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കാൻ പേടിത്തൊണ്ടനായ മനുഷ്യൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഏത് മനുഷ്യൻ്റെ മുന്നിൽ തള്ളിപ്പറഞ്ഞോ അതേ മനുഷ്യൻ്റെ മുന്നിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന പ്രഗത്ഭനായ ധൈര്യശാലിയായ വ്യക്തിയാക്കി ദൈവം മാറ്റി. തീർന്നില്ല. പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് പൗലോസിനെ കുറിച്ച്, സ്തോത്രം, ക്രിസ്ത്യാനിത്വത്തെ മുടിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ ക്രിസ്ത്യ സ്നേഹിയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, നമ്മുടെ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. ഒരുവൻ ദൈവാഥാർത്ഥമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ ദൈവം മാറ്റിയെടുക്കുന്ന അവസ്ഥകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും പറയാം. യഥാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയും. ആ ചരിത്രമാണ് വചനത്തിനകത്ത് നമുക്ക് ആദ്യോടെ അവസാനം കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഞാൻ 1-2 സംഭവങ്ങൾ അതിനുള്ള ബന്ധത്തിൽ വചനത്തിൽ കൂടെ ദൈവം എന്താണ് ഒരു വ്യക്തിത്വത്തെ മാറ്റുന്നത്, ഏത് തലത്തിലേക്ക് മാറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേഗം. ഒന്നാമതായി നമുക്ക് യെശയ്യാപ്രവചനം അതിൻ്റെ 49-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 49-ന്റെ 2-ാം വാക്യം.
ആ മതി. സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ദൈവം ആക്കി വെക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 49:2, അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി. ഒന്നാമതായി ദൈവം ആക്കുന്ന നോക്കണേ, ഒരുവന്റെ വായെ എന്താ പോലെ ആക്കി? മൂർച്ചയുള്ള വാൾ പോലെയാക്കി. ഇവിടെ പറയുന്നത് അപ്പോൾ ഈ വായ് എന്ന് പറയുന്നത് വായിൽ നിന്ന് വരുന്ന വാക്കാണ്, ആ വേർഡ്സ് ആണ്, ആ വാക്കുകളാണ്. ആ വാക്കുകളെ ദൈവം എന്താക്കി മാറ്റുക? മൂർച്ചയുള്ള വാളാക്കി മാറ്റിയ. വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വചനത്തെ വാളിനോട് ഉപയോഗിച്ച പല ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്ക് പവർഫുൾ ആണ്. ആമേൻ. നിങ്ങൾ പറയുന്നൊരു വാക്കിന് ശക്തിയുണ്ട് അല്ലേ? സദൃശവാക്യത്തിൽ പറയുന്ന മരണത്തിൻ്റെയും ജീവന്റെയും അധികാരം നിന്റെ നാവിനകത്തായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്തോത്രം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കിന് ഒരു ശക്തിയുണ്ട്. നിങ്ങളൊരു അധികാരത്തോടെ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രശ്നങ്ങളെ നോക്കി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, അധികാരം കർത്താവ് തന്ന അധികാരത്തോടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ ഞാൻ. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയാം, പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ പതറി നിൽക്കാനല്ല, അധികാരത്തോടെ ചില വാക്കുകൾ പറയണം. അങ്ങനെയെങ്കിൽ ആ വാക്കുകൾ മൂർച്ചയുള്ള വാളായി പുറപ്പെടുവാനിടയായി തീരും. വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ഇരുവായ്ത്തലുള്ള വാളിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ സമർപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ വാക്കുകളെ മൂർച്ചയുള്ള വാളാക്കി ദൈവം മാറ്റും. സ്തോത്രം. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഈ വാക്ക് എന്ന് പറയുന്നത് ഇത് പവർഫുൾ ആൻഡ് അതോറിറ്റിയാണ്, അധികാരവും ശക്തിയുമാണ് വായിൽ നിന്നിരുന്ന വാക്കിനെ കുറിച്ച് കാണിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒട്ടും സമയം മുന്നിലില്ലല്ലോ. ഞാൻ വേഗത്തിൽ ആ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് പോകാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന, സ്തോത്രം, ഈ വാക്കിന് അധികാരമുണ്ട്. ഒരിക്കൽ യോശുവ നിന്നുകൊണ്ട് ഒറ്റ വാക്കേ കൽപ്പിച്ചുള്ളൂ, സൂര്യ നിൽക്ക്, ചന്ദ്ര നിൽക്ക്. നിന്നില്ലേ? ബിക്കോസ് അവൻ്റെ വാക്ക് ഹല്ലേലൂയ അധികാരത്തിന്റെ വാക്കുകളാണ്. സ്തോത്രം. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഏലിയാവ് ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ, കൊട്ടാരത്തിനകത്തായിട്ട് കയറി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യത്തില്ല. വാക്കിന് അധികാരമുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയുടെ മുന്നിൽ പകച്ചു നിൽക്കാനല്ല, നിങ്ങൾക്കൊരു അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ വായ്ക്കകത്തൊരു അധികാരം തന്നിട്ടുണ്ട്. നിങ്ങൾ പുറപ്പെടുന്ന പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ പതറി ഓടാനല്ല, അതിൻ്റെ മുന്നിൽ അധികാരത്തോടെ പറയണം. അതിലെ പൈശാചിക ശക്തികളെ നോക്കി പറയാനുള്ള അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ദുഷ്ട പിശാച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ പറയണം, പിശാചേ വഴിമാറ്. അധികാരമാ തന്നിരിക്കുന്നത്, അധികാരമാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വായെ, സമർപ്പിക്കപ്പെട്ട ഒരുവന്റെ വാക്കിനെ, വായെ അല്ല മൂർച്ചയുള്ള വാളാക്കി ദൈവം മാറ്റും. അതിന് അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നു, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. In the shadow of his hand he hide me. നിന്റെ കൈയുടെ കീഴിൽ എന്നെ ഒളിപ്പിച്ചു. It talk about the divine protection and preparation. അവന്റെ കൈയുടെ കീഴിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇത് എന്തിനാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ, there is a appointed time to use it. We do not know what is the time, when is the time, but God knows the exact time when you want to be used. So അവൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. സ്തോത്രം. അവന്റെ കരങ്ങളിൽ വെച്ചിരിക്കുക. ഞാൻ അത് താഴേക്ക് വരും പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, അവന്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു, അവൻ എന്നെ മിനുക്കിയ. രണ്ടാമത്തെ കാര്യം, അവൻ എന്നെ മിനുക്കി അമ്പാക്കി. അപ്പൊ ഒന്ന്, നിന്റെ വായെ മൂർച്ചയുള്ള വാളാക്കി. രണ്ട്, നിന്നെ ആക്കുന്ന അടുത്ത മണ്ഡമാ മിനുക്കിയ അമ്പാക്കി മാറ്റും. എന്തിനാ അമ്പ് ഉപയോഗിക്കുന്നേ? യുദ്ധത്തിന് വേണ്ടിയാണ് മെയിൻലി ഉപയോഗിക്കുന്നത് അല്ലേ? സ്തോത്രം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അത് എവിടെ വെച്ചിരിക്കുക? പൂണിയിൽ മറച്ചു വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്ന സാധനമല്ലേ ഇത്. When it is needed, ആവശ്യമുള്ളപ്പോൾ ഇത് പുറത്തെടുക്കും. ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് ഉപയോഗിക്കുന്നത് അമ്പ്. സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്തോത്രം. ഈ അമ്പ് ഈ പൂണിയിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്നത് പോലെ ഇരിക്കാനല്ല, ഈ വ്യക്തി ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൻ കൂടെ ഇതിനെ പുറത്തെടുക്കും. കൂടെ പുറത്തെടുത്ത് എന്ത് ചെയ്യുന്നു? ഇതിനെ
ഷാർപ്പൻ ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കുന്നത്? എങ്ങനെയുള്ള അമ്പാക്കി വന്ന മിനുക്കിയ അമ്പാക്കി. മിനുക്കിയ. അപ്പോൾ ഓരോ ദിവസവും ഈ വ്യക്തി എന്ത് ചെയ്തിരിക്കുക? മിനുക്കിക്കൊണ്ടിരിക്കുക. എഴുതാൽ സ്തോത്രം ഷാർപ്പില്ലാത്തൊരമ്പായിട്ടല്ല, ഷാർപ്പുള്ളൊരമ്പ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ മിനുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഈ പൂണിയിൽ ഇരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് എന്ത് ചെയ്യും? ഷാർപ്പൻ ചെയ്യും. ഷാർപ്പൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞണുങ്ങിയതായ കേടുപായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് മിനുസപ്പെടും. ഇതിനകത്ത് ഇരുന്ന് പോയാലുള്ള കുഴപ്പം എന്താ അറിയാമോ? കുറേ നാൾ കഴിയുമ്പം മനസ്സിലാവുന്നുണ്ടോ? തുരുമ്പ് പിടിക്കും. അങ്ങനെ തുരുമ്പ് പിടിച്ച കുറേ വിശ്വാസികളുണ്ട്. ഇരിക്കുക കുറേ നാളുകൊണ്ട് പൂണിയെ കയറിയിട്ടുണ്ട്, പക്ഷെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഷാർപ്പൻ ചെയ്യപ്പെടുന്നുണ്ടോ? സ്തോത്രം. ഷാർപ്പൻ ചെയ്താലേ ഉപയോഗിക്കേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്തുള്ളൂ. സ്തോത്രം. ഇന്ന് രാവിലെ ലിജോയ് ഓർപ്പിച്ചതുപോലെ കൂട്ടായ്മ വേണ്ട, ആരാധന വേണ്ട, എങ്ങനെയോ ഇതിനകത്ത് കയറി ഓക്കെ ഫൈൻ, ഇന്ന് മതി പാസ്റ്റർ എന്ന് പറഞ്ഞ് പോയാൽ സ്തോത്രം കർത്താവിനാൽ ഉപയോഗിക്കപ്പെടത്തില്ല. കൂടെ അവൻ പുറത്തെടുത്തി. അങ്ങനെയാ ഈ ശോധന വരുന്നത്, അങ്ങനെയാ പ്രശ്നം വരുന്നത്, അങ്ങനെയാ പ്രതിസന്ധി വരുന്നത്. സ്തോത്രം. ഇതൊക്കെ വരുമ്പോൾ ഓർത്തോണം, അല്ല എന്തിനാണെന്നറിയാമോ? നിന്നെ തകർത്ത് കളയാനല്ല, നിന്നെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക. ഉപയോഗിക്കപ്പെടാൻ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി ഷാർപ്പൻ ചെയ്തിരിക്കുക. സ്തോത്രം. ഈ പോളിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിനുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടു റിമൂവ് ദ റഫ് ഏരിയാസ് ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെന്റ്. അതിനകത്തുള്ള ആ റഫ് ഏരിയാസ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ പോളിഷിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. എപ്പോഴും പൂണിയിലിരുന്നാൽ തുരുമ്പൊടിക്കത്തുള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്താലുള്ള കുഴപ്പം എന്തറിയാമോ? റഫായിട്ടുള്ള കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, സ്വഭാവങ്ങൾ, രീതികളൊക്കെ വരാറുണ്ട്. ഇതിനെയൊക്കെ റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ മിനുക്കിയ അമ്പാക്കി അത് മാറ്റും, അത് തുരുമ്പ് മാറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഇത് എപ്പോഴും ഉപയോഗിക്കത്തില്ല. വെൻ ഗോഡ് അപ്പോയിന്റ് യു, ഹി എക്വിപ്പ് യു, ഹി പ്രൊട്ടക്ട് യു ആൻഡ് പൊസിഷൻ യു ഫോർ ഹിസ് പർപ്പസ്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി നിന്നെ പൂണിയിൽ ആക്കി വെച്ചിരിക്കുക. അപ്പം പൂണിയിൽ മറച്ചു വെച്ചിരിക്കുക, സമയമാകുമ്പോൾ ഉപയോഗിക്കാൻ. സ്തോത്രം. ഞാൻ ആ ഭാഗം അവിടെ വിടുക. മൂന്നാമത്തെ ആയി ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ദൈവം ആക്കുന്നത് ഹഗായിയുടെ പ്രവചനത്തിലാണ്. 2-ാം അധ്യായം 23-ാം വാക്യം. രണ്ടിൻ്റെ 23. ഇനി ഹഗായിയുടെ വീട് അന്വേഷിക്കുവാൻ തോന്നുന്നല്ലോ. ഞാൻ നിന്നെ എടുത്ത് എന്താക്കും? മുദ്രമോതിരമാക്കും. അപ്പോ ഒരുവനെ ഒരു മുദ്രമോതിരമാക്കും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. സിഗ്നന്റ് റിംഗ്, ഇറ്റ് റെപ്രസെന്റ് അതോറിറ്റി, ഐഡന്റിറ്റി ആൻഡ് ഓണർഷിപ്പ്. മുദ്രമോതിരം എന്ന് പറയുന്നത് അധികാരത്തെയും ഐഡന്റിറ്റിയെയും ഓണർഷിപ്പിനെയും കാണിക്കുന്നതാണ്. സ്തോത്രം. നമ്മൾ ഇതിൻ്റെ ചരിത്രമൊക്കെ ഒത്തിരി ഭാഗം പഠിക്കാനുണ്ട്. ഈ സെരുബാബേലിൻ്റെ വല്യപ്പനായൊരു മനുഷ്യനുണ്ടായിരുന്നു, വല്യപ്പൻ. അദ്ദേഹത്തിൻ്റെ പേര് യഹോയാക്കീം എന്നാണ്. യഹോയാക്കീം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം എടുത്തു വാങ്ങി. അപ്പോൾ അത് നമുക്ക് യെരമ്യാ പ്രവചനം 22-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യെരമ്യാവ് 22-24 അവന്റെ കയ്യിൽ നിന്ന് മുദ്രമോഹം പിടിച്ചു വാങ്ങിക്കളഞ്ഞു. എന്നാണ് യഹോയാക്കീമിന്റെ മകനായ യഹൂദാ രാജാവായ കൊന്യാവ് എന്റെ വലം കൈക്ക് ഒരു മുദ്രമോതിരം ആയിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും, ഞാൻ അവനെ മൂരി എറിഞ്ഞു കളയും. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം പിറകെ കിടപ്പുണ്ട്. ഈ സെരുബാബേലിന്റെ വല്യപ്പന്റെ കയ്യിൽ നിന്ന് ഈ മുദ്രം, അധികാരം, അതോറിറ്റി, പവർ എറിഞ്ഞു കളയുന്ന അനുഭവമുണ്ട്. സ്തോത്രം. എന്നാൽ അല്ല, സ്തോത്രം, ശ്രദ്ധിച്ചു നോക്കിയാൽ നഷ്ടപ്പെട്ടു പോയ ഈ അധികാരത്തെ ആര് കൊടുക്കുക? സെരുബാബേലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക. സ്തോത്രം. ഗോഡ് ക്യാൻ റെസ്റ്റോർ വാട്ട് ദ പ്രീവിയസ് ജനറേഷൻ ഹാസ് ലോസ്റ്റ്. മുൻ തലമുറയിൽ നഷ്ടപ്പെട്ടതിനെ അടുത്ത ഒരു ജനറേഷന് ദൈവം പകരുക, വീണ്ടും കുറിച്ച്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ മുദ്രമോതിരമാക്കി മാറ്റും. അന്ന് മോതിരമായിരുന്നവനെ അതിൽ നിന്ന് വലിച്ചൂരിക്കളഞ്ഞപ്പോൾ ഇപ്പോൾ സെരുബാബേലിനോട് ദൈവം പറയാ, ഞാൻ നിന്നെ എന്താക്കും? മുദ്രമോതിരമാക്കും എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. മുദ്രമോതിരം എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് അതോറിറ്റിയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 42-ാം വാക്യത്തിൽ യോസഫിന് ആ രാജാവ് കൊടുത്തൊരു കാര്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവന് കയ്യിൽ എന്ത് എഴുതു? മോതിരമിട്ടു. സ്തോത്രം. ഇതൊരു അധികാരത്തെയാണ് കാണിക്കുന്നത്, ഇത് ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ഒരു മുദ്രമോതിരമാക്കി മാറ്റും.
ആമേൻ. അതിനകത്തൊരു അതോറിറ്റി ഉണ്ട്, അതിനകത്തൊരു ഐഡന്റിറ്റി ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേൾപ്പാനിടയായി നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അല്ലേ? ദൈവമക്കൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ഒരു മുദ്ര, കർത്താവിൻ്റെ മുദ്രമോതിരമാണെങ്കിൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ആമേൻ. നമ്മൾ എവിടെ ചെന്നാലും ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. നീ ജോലി സ്ഥലത്ത് ചെന്നാലും, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ലിജോയ് പറഞ്ഞൊരു സാക്ഷ്യം, തൻ്റെ നേഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന അന്നത്തെ യൗവനത്തിൽ, ഹല്ലേലൂയ, ഞാനൊരു ബന്ധുക്കോസുകാരനെന്ന് പറയാനൊരു അഭിമാനം കാണിച്ചല്ലോ. സ്തോത്രം. അതാണ് ഐഡന്റിറ്റി. എൻ്റെ ചില പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, വെൻ യു ഗോ ടു ദ സ്കൂൾ, നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുമോ ഞാനൊരു ബന്ധുക്കോസുകാരിയാണെന്ന്? സ്തോത്രം. അതോ അവരുമായിട്ട് ചേർന്ന് ജീവിക്കാനോ നമ്മൾ ശ്രമിക്കുന്നത്? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ, അല്ലേ? അല്ലേ? അവനുള്ളത് പറയത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിക്കുന്നത്. സ്തോത്രം. ഐഡന്റിറ്റി മറച്ചു വെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലേ? സ്തോത്രം. ആരുടെ മുന്നിൽ വെളിപ്പെടാൻ നമ്മളും അവരുടെ കൂടെ ചേർന്ന് ജീവിക്കും. അവരുടെ മുന്നിൽ ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയാൻ എത്ര പേർക്ക് ബോൾഡ്നെസ് ഉണ്ട്? നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയാൻ, ഹല്ലേലൂയ. നീ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു ദൈവ പൈതലാണെന്ന് പറയാൻ, ഹല്ലേലൂയ. ദൈവം നിന്നെ മുദ്രമോതിരമാക്കിയിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു കീപ് ദാറ്റ് ഐഡന്റിറ്റി. ഹല്ലേലൂയ. വേഗത്തിൽ അടുത്ത ഭാഗത്ത് പോകട്ടെ. സ്തോത്രം. സെഖര്യാ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 12:3 ഞാൻ നിന്നെ ഭാരമുള്ള, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ഞാൻ നിന്നെ ഭാരമുള്ള ഒരു കല്ലാക്കി മാറ്റും. ഹെവി സ്റ്റോൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നിന്നെ ഭാരമുള്ള ഒരു കല്ലാക്കി മാറ്റും. അത് ഇസ്രായേലിന്റെ ചരിത്രമാണ് പറയുന്നതെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ തൊടുന്നവർക്ക് നീ ഒരു ഭാരമുള്ള കല്ല. അതിന്റെ താഴോട്ട് അതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കും. അതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറുക്കും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ള അതിന്റെ സാരം. നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ശക്തിക്കും നിന്നെ തൊടാൻ കഴിയത്തില്ലെന്നാ. കാരണം ശത്രുവിന് നീ ഒരു ഭാരമുള്ള കല്ലായിരിക്കും. ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല, കാരണം നീ ഒരു ഭാരമുള്ള കല്ല. ഹല്ലേലൂയ. ഇവിടെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അവർ അങ്ങനെ തൊടുന്നവരെ മുഴുവൻ എന്ത് ചെയ്യും? ഇസ്രായേലിന്റെ ചരിത്രം അവർ പറയുന്നത്. ചിന്തിച്ചു നോക്കി, ഇന്നും ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ട്, അല്ലേ? സ്തോത്രം. അവരെ തൊടുന്നവരൊക്കെ മുറിവേൽക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ചരിത്രത്തിൽ കഴിഞ്ഞ നാളുകളിൽ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അതാണ് ആ ചരിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനെ തൊടുന്നവനൊക്കെ മുറിവേൽക്കപ്പെടും. സ്തോത്രം. അപ്പൊ ദൈവം ഒരുവനെ ആക്കുന്നത് എന്താ? ഒരു ഭാരമുള്ള കല്ല. അതിൻ്റെ സ്തോത്രം 2-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. 2:8 തോന്നുന്നു. കൃഷ്ണമണിയെ തൊടുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവ പൈതലിനെ, നീ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട, ദൈവത്താൽ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഭാരമുള്ള കല്ല് ആക്കി മാറ്റും. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു നിർത്താം. സെഖര്യാ പ്രവചനം 12:6 അന്നാളിൽ ഞാൻ യഹൂദാ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. മതി. ദൈവമാക്കുന്ന മറ്റൊരു കാര്യം അവിടെ പറഞ്ഞത്, വിറകിന്റെ ഇടയിലെ തീച്ചട്ടിയും കറ്റയുടെ ഇടയിലെ തീപ്പന്തവും. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നു, തൻ്റെ ജനത്തെ ദൈവം തീച്ചട്ടിയും തീപ്പന്തവുമാക്കും. ഈ തീച്ചട്ടി എന്ന് പറയുന്നത് തീക്കനൽ നിറഞ്ഞിരിക്കുന്ന ചട്ടിയാ, അല്ലേ? തീപ്പന്തവും നമുക്കറിയാം. അപ്പം ഇത് രണ്ടും ബോത്ത് ആർ കൺസ്യൂമിങ് ഫയറാണ്, നശിപ്പിക്കുന്ന, തകർക്കുന്ന ഒരു ശക്തി. സ്തോത്രം. അപ്പോൾ ഈ ശക്തി ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിറകിൻ്റെ ഇടയിൽ. അപ്പം ഇതൊരു ശക്തിയാണ്. നമ്മൾ ഈ തീ എന്ന് പറയുമ്പോൾ ഇതിനെ തൊടാൻ ആർക്കും കഴിയത്തില്ല, അല്ലേ? എത്ര പ്രാണികളുണ്ടെങ്കിലും ഇതിനകത്തോട്ട് വന്ന് വീണാൻ എന്ത് ചെയ്യും? ചത്തു. അപ്പോൾ ദൈവം നമ്മെ മാറ്റി വെച്ചിരിക്കുന്നത് ചട്ടിയിലെ തീ ചട്ടിയായിട്ടും തീ പന്തവുമായിട്ടാണ്. അപ്പോൾ ഈ തീ പന്തത്തെയും തീ ചട്ടിയെയും ഒരു ശത്രുവിനും തൊടാൻ പറ്റത്തില്ല. കാരണം ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ശത്രുവിന് ഇരയായി കൊടുക്കാനല്ല. സ്തോത്രം. നമ്മെ തൊടുന്നവൻ തകർക്കുന്നതല്ലാതെ നമ്മെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം നിന്നെ ആക്കിയെടുക്കുന്ന മറ്റൊരു ഘടകമാണ് വിറകിന്റെ ഇടയിലെ തീച്ചട്ടിയും കറ്റയുടെ ഇടയിലെ തീപ്പന്തവും. അത് യു ആർ ദ ഫയർ ദാറ്റ് ഡിസ്ട്രോയ് ദി വർക്ക്സ് ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ടിൻ്റെ ശക്തികളെ തകർക്കാൻ കഴിയുന്നതാണ്
ഈ തീ എന്ന് പറയുന്നത്. ഞാൻ അവിടെ കൊണ്ട് ആ ഭാഗം വിടുക. അവസാനത്ത് ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. യെശയ്യാപ്രവചനം 41:15 ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. മതി. നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി മാറ്റും. അല്ലേ? അവിടെ 3 കാര്യങ്ങൾ വന്നു. 1 പുതിയത്, 2 മൂർച്ചയുള്ളത്, 3 പല്ലേറിയത്. എന്താ ഈ മെതിവണ്ടി എന്ന് പറയുന്നത് വല്ലതും അറിയാമോ? മെതിവണ്ടി ആർക്കും അറിയാമോ? പ്രായമുള്ളവര്? വല്ലതും അറിയാമോ? മെതിവണ്ടി എന്ന് പറയുന്നത് ഇതൊരു അഗ്രികൾച്ചർ ടൂൾസാ. അഗ്രികൾച്ചർ ടൂളാ. യൂസ് എന്തിനാന്ന് ചോദിച്ചാൽ പറ. എന്താ? കാളവണ്ടിയോ? അവള് കണ്ടിട്ടുള്ളത് കാളവണ്ടിയാ. ഇതൊന്നുമല്ല. ഈ മലരും പതിരും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിഷനാണ് ഈ മെതിവണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ദ അഗ്രികൾച്ചർ ടൂൾസ് യൂസ്ഡ് ടു ഇൻ ഏൻഷ്യന്റ് ഇസ്രായേൽ ടു സെപ്പറേറ്റ് ഗ്രെയിൻ ഫ്രം ഹസ്ക്. മനസ്സിലായോ? ഇത് നമ്മൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മെതിവണ്ടി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം നിന്നെ എന്താക്കുമെന്നാ? ഈ മെതിവണ്ടി ആക്കാൻ ഉപയോഗിക്കുക. എന്നിട്ട് പറയുക, അതിന്റെ താഴെ വാക്യം പറഞ്ഞിരിക്കുന്നു, നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുക. നീ പർവ്വതങ്ങളെ, ഇത് അതിന്റെ യൂസ് അല്ലെങ്കിലും ഈ മെതിവണ്ടി ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യുന്ന? പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കും. കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ഇത് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇഫ് യു ആർ എ പ്രേയിങ് വുമൺ, if you are a praying man, God is going to transform you as a threshing instrument in order to thresh the mountains. ഹല്ലേലൂയ. മലകളെ തകർക്കുവാനുള്ള ഒരു മെതിവണ്ടിയാക്കി ദൈവം നിങ്ങളെ മാറ്റും എന്ന് പറഞ്ഞാൽ ഇത് അർത്ഥം ഇത്രയേ ഉള്ളൂ. അല്ല, നീ ദൈവത്താൽ രൂപചേർക്കപ്പെട്ട ഒരു മെതിവണ്ടിയാണെങ്കിൽ മുന്നിൽ ഏത് പർവ്വതം നിന്നാലും ഏത് കുന്ന് നിന്നാലും അതിനെ തകർക്കാൻ ഹല്ലേലൂയ ഈ ശക്തിക്ക് കഴിയുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഞാനൊരു ദൂത് കൂടെ പറഞ്ഞ് നിർത്താം. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ മുന്നിൽ, നിങ്ങളുടെ ഭാവിയുടെ മുന്നിൽ, തലമുറയുടെ എഡ്യൂക്കേഷൻ്റെ മുന്നിൽ, നിങ്ങളുടെ ജോലിയുടെ മുന്നിൽ, ഏത് മേഖലകളും നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ഏത് പർവ്വതത്തെയും തടച്ചുടയ്ക്കാൻ, അല്ല സ്തോത്രം, അതിനെ തകർക്കാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകണം. ഒരു പർവ്വതത്തിനും ഒരു കുന്നുകൾക്കും നിന്റെ ഗ്രോത്തിനെ തടയാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ഒരു ത്രഷിംഗ് ഹോൾഡാണ്, അല്ല ഇൻസ്ട്രുമെന്റ് ആണ്, തകർക്കുന്ന ഒരു മെതിവണ്ടിയാണ് നിങ്ങൾ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, ധൈര്യത്തോടെ മുന്നിൽ നിൽക്കുന്ന മലകളെ നോക്കി പറയണം, അല്ല സ്തോത്രം, സെരുബാബേൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായി മാറും എന്ന് പറയാൻ കഴിയുന്ന ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആമേൻ. The mountain that block the extension of God's kingdom, that stand against your promises, which stand against your future, അതിനെയൊക്കെ തകർക്കാൻ കഴിയുന്ന ഒരു മെതിവണ്ടി. സ്തോത്രം. എന്തിനു വേണ്ടിയാ മാറ്റുന്നത്? നിങ്ങളെ മാറ്റുന്നത് ഈ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുവാൻ, നിങ്ങളുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ തകർക്കാൻ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. നിങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തുക. നമ്മൾ 4 കാര്യങ്ങൾ ചിന്തിക്കാനിടയായി. അല്ല സ്തോത്രം, വിവിധ നിലകളിലേക്ക് രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറയണം, നിന്റെ നാവിൽ അധികാരമുണ്ട്. നീ കർത്താവിനെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനെന്ന് ചോദിച്ചാൽ, ചില പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കാൻ, ചില തടസ്സങ്ങളെ മാറ്റാൻ, ചില പ്രതികൂലങ്ങളെ മാറ്റാൻ കർത്താവ് നിന്നെ പുതിയ ആയുധമാക്കി മാറ്റാൻ പോകുക. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകുമോ? കർത്താവ് നിന്നെ രൂപകൽപ്പന ചെയ്യുന്നത് ഒരു പുതിയ തലത്തിലേക്ക്. ഹല്ലേലൂയ. നമ്മൾ പാട്ടുകാരൻ പാടുന്ന പോലെ സ്തോത്രം, കുന്നുകളെ തവിട് പൊടിയാക്കുന്നവൻ, പ്രതികൂലങ്ങളെ തകർക്കുന്നവൻ, ബന്ധനങ്ങളെ അഴിക്കുന്നവൻ, എല്ലാ പ്രതിസന്ധികളെയും മാറ്റുവാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി ദൈവം ഇന്ന് പകൽക്കാലം രൂപകൽപ്പന ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു പാട്ടിന്റെ അടികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.